ഒടിയൻ എന്ന് പറയുന്ന ഫിലിം കഴിഞ്ഞ സമയത്ത് സാർ ലാലേട്ടൻ സാർ അതിൽ വന്നപ്പോൾ അവാർഡിനായിട്ട് വന്നപ്പോൾ അല്ല അത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. അപ്പം ഞങ്ങളൊക്കെ സ്റ്റേജിൻ്റെ സൈഡിൽ നിൽക്കുക. കാരണം സുധിച്ചേട്ടനൊക്കെ അന്ന് സ്കിറ്റ് ഉണ്ട്. അപ്പം ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. അപ്പം 2 സ്ഥലം ആൾ നിൽക്കുവാണ്. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നോക്കി കണ്ടിട്ടുണ്ട്. ആ ഒടിയൻ സിനിമ കഴിഞ്ഞുള്ള സമയം എത്ര വർഷമായി എനിക്ക് ഓർമ്മയില്ല, കുറേ വർഷമായി. ആ ഷൂട്ട് കഴിഞ്ഞ് സിനിമ ഇറങ്ങി കഴിഞ്ഞുള്ള ആൾ, ഇത് ഷൂട്ട് കഴിഞ്ഞുള്ള ആൾ, എനിക്കറിയില്ല. അവർ ആ ഒരു ഫിഗറായിട്ടാണ് കാണുവാണെങ്കിൽ ഞാൻ അന്നേരം എന്താണ് ഓർക്കുന്നത്. എന്തായാലും അപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് പറഞ്ഞു. ആദ്യം കേറട്ടെ എന്നിട്ടല്ലേ ബാക്കിയില്ലേ? ആദ്യം വിളിച്ചിട്ടില്ലേ? ബിഗ് ബോസിനായിരുന്നു നിങ്ങൾ ചോദിച്ചത്. അവര് വിളിച്ചിട്ടില്ല, വിളിക്കട്ടെ, ചെല്ലട്ടെ. ഈ ആദ്യം വിളിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എടുത്ത തീരുമാനം ഏതെങ്കിലും തെറ്റായി പോയി? എടുത്ത തീരുമാനം ഇന്ന് ഏത് അഭിനയത്തിലാണ്? ജീവിതത്തിൽ എടുത്ത തീരുമാനം. എന്റെ തീരുമാനം പെട്ടെന്ന് ചടിക്കറി എടുക്കുന്ന കുറെ തീരുമാനങ്ങളൊക്കെ പിന്നീട് നമുക്ക് തോന്നുമല്ലോ അത് തെറ്റായി പോയി. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത്. ശരിയായ തീരുമാനങ്ങളായി. എനിക്ക് എന്റേതായിട്ടുള്ള ശരികളുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ശരികളുണ്ടല്ലോ. എനിക്ക് എന്റേതായിട്ടുള്ള ശരികൾ തന്നെയാണ് ഞാൻ ഇന്ന് വരെ വന്നത്. പെട്ടെന്ന് എടുത്തുകൊണ്ട് ചിലപ്പോൾ തെറ്റോ ശരിയാവാമല്ലോ. എന്റെ ശരിയാണ് ഞാൻ നോക്കുന്നത്. എന്റെ തീരുമാനം എന്റെ തീരുമാനമാണ്. അപ്പൊ ആരും പുറകിൽ നിന്ന് പറഞ്ഞുള്ള തീരുമാനങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ കോളിന് പ്രിഫറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഏതെങ്കിലും ബിഗ് ഓഫർ, അതിന് വലിയ ഓഫറുകൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തത് അക്സെപ്റ്റ് ചെയ്തതാണ്? എനിക്ക് 2-3 ഉദ്ഘാടനം അങ്ങനെ മിസ്സായി. നല്ല പേയ്മെൻറ്റിലാണ്, നല്ല ഉദ്ഘാടനമാണ്. അത് ആലപ്പുഴയിലാണ് പറഞ്ഞപ്പോൾ അത് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഞാൻ ഓൾറെഡി നേരത്തെ കൊടുത്തായിരുന്നു, ഡേറ്റ് അവർക്ക് കൊടുത്തതാണ്. അപ്പം അങ്ങനെ മിസ്സായിട്ടുണ്ട്. അങ്ങനെ 2 ഉദ്ഘാടനം കൊടുക്കണം. അത് ഞാൻ എപ്പോഴും കൊടുക്കും. ഇല്ല, എന്തിനാ നമുക്ക് വിഷമം തന്നെ, പൈസ പേയ്മെന്റ് ആയി അങ്ങനെ ഒരു വിഷമം തോന്നുന്നു. കാരണം നമുക്ക് പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വിഷമം അല്ലാതെ ആയി. പിന്നെ എല്ലാം വർക്കല്ലേ പ്രാധാന്യം. ഉള്ളിൽ നമുക്ക് അയ്യോ പൈസ പോയല്ലോ. കാരണം അവിടെ ചിലപ്പം അറിയാലോ, ഞാൻ ഷോർട്ട് ഫിലിമിനൊക്കെ മേടിക്കുന്നതിനേക്കാളും ഇരട്ടിയാണ് അവരവിടെ പറഞ്ഞു. എന്നാൽ ട്രാവലിൽ പക്ഷെ അതെനിക്ക് ഡേറ്റ് അന്ന് ഇതായിരുന്നു. ഒരു വേറെ ആൾക്കാരെ 2 പ്രാവശ്യം അത് ഡാൻസ് വിമാനത്തിൽ കയറാനുള്ള പേടി കാരണം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പൊ ഭാവിയിൽ വിമാനത്തിൽ കയറേണ്ട അവസ്ഥ വന്നാൽ കയറിയല്ലേ നിർബന്ധം വന്നു. പ്രാർത്ഥിച്ചൊന്നുമില്ല. അതുകൊണ്ടാണോ 2 പ്രാവശ്യം ക്യാൻസൽ? കറക്റ്റ് അന്നാ 12-ാം തീയതി പോകേണ്ടതാണ്. അന്നല്ലേ ഒരു വലിയ അന്നായിരുന്നു പോകേണ്ടത്. ക്യാൻസൽ. എത്ര വലിയ ആളാ ചേട്ടാ? ഞാൻ ഇച്ചിരിയല്ലേ ഉള്ളൂ. നിങ്ങൾ നേരിട്ട് കാണുന്നു. 4 പേര് തിരിച്ചറിയാം. സ്ട്രഗിളും ചെയ്യുന്നുണ്ട്, അവർ പഠിച്ചവളി വന്നിട്ട് നോക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഏകദേശം ഒരു അറിവ്. ഞാനൊന്നും നോക്കാതെ എന്തായാലും അത് നാളെ ഒരു സമയത്ത് ഈ റീച്ച് കാണുമെന്നൊന്നും സ്ഥിരതയൊന്നുമല്ല. സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ. അതൊന്നും കണ്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത് സംസാരിക്കുന്നത്. നമ്മളെ ജനങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അവർ സ്നേഹിക്കുന്നവർ സ്നേഹിക്കും അല്ലേ. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ നെഗറ്റീവ് പറയുന്ന ഒന്നും ആർക്കും എന്നെ നേരിട്ട് അറിയാത്തവരാണ് നെഗറ്റീവ്. എന്തെങ്കിലും കേട്ട ആ ഒരു ഇതിനെ സംബന്ധിച്ച് എനിക്കൊരു നെഗറ്റീവ് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്നെ നെഗറ്റീവ് പറയുന്നവരെല്ലാം അവിടെ പോയി കാണും. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. പക്ഷേ ഈ വെറുതെ സന്തോഷമില്ല. കാരണം ഞാൻ ഇതൊന്നും കാണാറില്ല. അതാണ് പൂർണ്ണമായിട്ട് ഞാൻ പറയണത്. ഞാൻ സത്യം പറഞ്ഞാൽ മനുഷ്യനല്ലേ, ചിലപ്പോൾ ഓർക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കത്തില്ല, ഡൗൺ ആവുമായിരിക്കും. ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് സമയമില്ല, ഞാൻ കാണുന്നില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം. എന്നെ നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ട് ഞാൻ എന്തിനാ ആസ്വദിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഞാൻ വ്യൂ കൊടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് കാണുമ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ അത് കണ്ടിട്ട് ചിലപ്പോൾ ഡൗൺ ആവും. കാരണം ഞാനിത് കാണാറില്ല. ഇന്ന് ഈ നിമിഷം വരെ ഒരു റിയാക്ഷൻ എന്നെ നെഗറ്റീവ് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന് എത്ര വലിയ ആൾക്കാർ എന്നെ ആരെന്നെ പറ്റി ഇരുന്നുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞാലും നിന്നോണ്ട് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ കാണത്തില്ല, കണ്ടിട്ടുമില്ല. എന്തോ അതല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നോട് സംസാരിക്കും.
ഇങ്ങനെ പിന്നെ പോലെ വന്നു. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ കാണത്തില്ല, എത്ര ലിങ്ക് അയച്ചാലും ഞാൻ കാണത്തില്ല. എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും ഇത് കണ്ടു, ഇന്ന പോലാണ്, ഇത് പ്രതിപാദിച്ചു. അതുപോലെ തന്നെ ഇന്റർവ്യൂവിൽ വരുമ്പോൾ ആങ്കർ പറയും, ആങ്കർ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ അറിയുന്നത്. ശരിയായിരിക്കും, അവർ കള്ളം പറയേണ്ട കാര്യമില്ല ആർക്കും. ഇതിനകത്ത് ഞാൻ മാത്രം കാണുന്നില്ലെന്നുള്ള എൻ്റെ ചുറ്റുമുള്ളവരും എൻ്റെ കൂട്ടുകാരും എൻ്റെ എന്നെ അടുത്തിടപെടുന്നവരും നമ്മളൊരു കേസായിട്ട് പോകുന്ന സമയത്ത് ഞാനത് കണ്ടുകൊണ്ടല്ലോ നമ്മള് കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയല്ല, അതിനകത്തുള്ളതെല്ലാം സത്യമല്ല. ആ ഒരു കേസിന് ഒരാള് കേസ് ആ കേസിനെ ആസ്പദമാക്കി ഞാൻ കാണും. കാരണം എനിക്ക് കേസ് കൊടുക്കേണ്ടതല്ലേ. അന്ന് പറഞ്ഞ് ഇതൊന്നും കണ്ട് ഇതെല്ലാം കൂടെ ഞാൻ കണ്ട് ആസ്വദിക്കുന്ന ഒരാളോ വിഷമിക്കുന്ന ഒരാളോ അല്ലെന്നാണ്. ഇതിപ്പോ ഒരാളുടെ ഇതിനല്ലേ കേസ് കൊടുക്കും, എനിക്ക് പഠിക്കട്ടെ. പിന്നെ ഇതെന്താണ് ഇതിനകത്ത് വീട്ടുകാർ പറഞ്ഞാലും ഓരോ പോയിട്ട് നമുക്ക് നോക്കണം. ശരിയാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട് കരുതുന്നല്ല പറഞ്ഞല്ലേ, ടെൻഷൻ അടിച്ചെന്നല്ല, അത് നമുക്ക് നോക്കാം. വേണ്ട, അത് ഫുള്ള് വായിക്കേണ്ട കാര്യമില്ലല്ലോ, അതിന്റെ ആ ഹെഡിങ് തന്നെ മതിയല്ലോ. എന്നിട്ട് നമുക്ക് മനസ്സിലാവും എന്താന്ന് അതിനകത്ത് പറയുന്നത്. ഹെഡിങ് മതിയല്ലോ, ഇരുന്ന് കുത്തിയിരുന്ന് കാണേണ്ട കാര്യമില്ലല്ലോ കേസിനാണെങ്കിൽ. നെഗറ്റീവ് തമ്പാണെങ്കിലും ചിലപ്പോൾ അതിനുള്ളിൽ വരുന്ന കണ്ടന്റ് പോസിറ്റീവ് ആയിരിക്കുമല്ലോ ചില സമയങ്ങളിൽ. അങ്ങനെയാണ് എല്ലാം ഒന്നും കാണത്തില്ല. ഫ്രണ്ട്സ് അയച്ചു തരുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, കേസിന് പിന്നെ സത്യമാണ്, അത് കണ്ടിട്ടുണ്ട് ഇല്ലെന്നല്ല, അത് കേസിന്റെ ആയതുകൊണ്ട് മാത്രം കണ്ടു. ആ ഒരു ബ്ലോഗറിന്റെ വീഡിയോസ് എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല, അത് കണ്ടു.